സ്ത്രീകൾ മാത്രം സ്ത്രീധനം കൊണ്ട് വരണമെന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. ഈ സ്ത്രീധനം മേടിച്ചുള്ള ഒരു ഏർപ്പാടിനോടും ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരും കൊണ്ടുവരണം. പുരുഷധനം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പണവും കുറച്ച് സ്വർണം കൂടി കൊണ്ടുവരണം. ഇപ്പം ഇങ്ങനെ സ്ത്രീധനം ചോദിക്കുന്ന പരിപാടി അധികം ഇല്ല കേട്ടോ. സ്ത്രീധനമായിട്ട് നേരിട്ട് ചോദിക്കലില്ല. പക്ഷെ നാട്ടു നടപ്പനുസരിച്ച് എന്തെങ്കിലും തരണം. എന്നാൽ ഇത്രയിൽ കുറയാത്തത്, അതായത് ചെറുക്കന് ഇത്ര ഒരു പെങ്ങളുണ്ട്, അവൾക്ക് 50 തന്നെ കൊടുത്തേ, അപ്പം അതിലും കുറയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ഒപ്പിക്കലാണ് ഇപ്പം അമ്മാവന്മാരൊക്കെ കൂടി ചേർന്നിട്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. രണ്ടുപേരും അധ്വാനിച്ച് വേണമെങ്കിൽ ജീവിക്കാൻ വളരെ ചെറിയ തുകയുള്ളൂ. പക്ഷേ ഈ കല്യാണം ആർഭാടമായിട്ട് നടത്താനും ഇതുപോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴാണ് അത് ആർഭാടമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ വലിയൊരു ചുമതലയും വലിയൊരു ഇടുക്കാ പൊങ്ങാത്ത ഒരു ചുമടുമായിട്ട് മാറുന്നത്. അതൊന്നെങ്കിൽ ഈ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. പ്രത്യേകിച്ച് ഈ ആൺമക്കൾ, 2-3 ആൺമക്കൾ മാത്രമുള്ള വീടുകളുണ്ട്. അവരുടെ അച്ഛനും അമ്മയ്ക്ക് അറിയത്തേയില്ല ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് എഫേർട്ട് ഇട്ട് വളർത്തുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് വളർത്തുന്നതെന്ന് അറിയത്തില്ല. 2 കൈയിൽ എങ്ങനെ വിരിച്ചു വെച്ചിട്ട് പൊരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കും. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്ല സമാധാനമുണ്ടോ? ഒന്നുമില്ല. ഈ സ്ത്രീധനത്തിൻ്റെ തൂക്കത്തിനനുസരിച്ചിട്ടാണ് ഓരോ പെണ്ണിനും അവിടെ വിലയുള്ളൂ. എന്നാൽ ഇത് മേടിച്ചെടുക്കുന്നവരും വരെയുള്ളൂ. ഇതെല്ലാം അവരുടെ കയ്യിലോട്ട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിന് യാതൊരു വില ഉണ്ടാവില്ല. അത് തീരുന്നിടത്തോളം വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ വെറും പന്ത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചുകൊണ്ടിരിക്കും ഇവർ. ഈ അടുത്തൊരു പടം ഇറങ്ങിയായിരുന്നു പൊന്മാൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. എന്നാൽ എങ്ങനെയും കഷ്ടപ്പെട്ട് പണവും സ്വർണവും എല്ലാം കൊടുത്ത് കല്യാണം കഴിച്ചു വിട്ടു എന്ന് ഇരിക്കട്ടെ, എന്നാൽ 4ാമത്തെ ദിവസം ഒരു ചടങ്ങുണ്ട്, അടക്കള കാണൽ ചടങ്ങെന്നങ്ങാണ്ടാണ് അതിൻ്റെ പേര്. അതിനു വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ കട്ടില്, അലമാര, ദിവാങ്കോട്ട്, അല്ലെങ്കിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതൊക്കെയാണ് ഈ പറയുന്ന അമ്മായിയമ്മയും കൂട്ടരും എക്സ്പെക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതൊന്നുമില്ലാണ്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മരിക്കുന്ന വരെ ഈ പറയുന്ന വീട്ടുകാർ സ്വൈര്യം കൊടുക്കത്തില്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുക്കണം, സ്വർണം കൊടുക്കണം, വീട് കൊടുക്കണം, കാറ് കൊടുക്കണം, വീട്ടു സാധനങ്ങൾ കൊടുക്കണം. എന്നാൽ ഇതെല്ലാം കൊടുത്താലോ സമാധാനം കിട്ടത്തുമില്ല. എന്തെങ്കിലും ഒരു കുറവും കുറ്റവും കണ്ടിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതകാലം മുഴുവൻ.